എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു ഇയോൺ ആണ് കേട്ടോ. ഇത് പീരിയോഡിക് സർവീസിന് വന്ന വണ്ടിയാണ്. കസ്റ്റമർ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, എ സി ബാഡ് സ്മെൽ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഫിൽറ്റർ ഒന്ന് അഴിക്കുകയാണ്. ഇതിന്റെ ഫിൽറ്റർ അഴിക്കുമ്പോൾ കണ്ട അവസ്ഥയാണത്. ഇതില് എ സി ഫിൽറ്ററൊക്കെ പീരിയോഡിക് സർവീസിലും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഒന്ന് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ വളരെ കാലം നിർത്തിയിട്ട വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എലി കയറുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കുറെ ഉണ്ടാവും. എ സി ഫിൽറ്റർ ഇതിപ്പോ ഈ ടൈപ്പാണ്, നെറ്റ് ടൈപ്പാണ്. ഇത് ചിലപ്പോൾ പേപ്പർ ടൈപ്പ് വരും. അതൊക്കെ മാക്സിമം ക്ലീൻ ചെയ്യാൻ നോക്കുക. കാരണം അത് ക്ലീൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ ശ്വസിക്കുന്നത്, സ്മെല്ലും കാര്യങ്ങളും. അപ്പൊ മാക്സിമം അത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ നോക്കുക. എ സി ബാഡ് സ്മെൽ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എ സി ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുക. ഇതൊക്കെ അഴിക്കാൻ ഈസിയാണ് ചില വണ്ടികൾക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ഈ ഗ്ലോ ബോക്സ് ഒന്ന് താത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഈ സാധനം പോരും. ഇവിടെയാണ് ഫിൽറ്റർ വരിക. ഒട്ടുമിക്ക വണ്ടികൾക്കും ഏകദേശം ഈ ഒരു ഏരിയയിലാണ് വരിക. ചില വണ്ടികൾക്ക് റൈറ്റ് സൈഡ് വരും. മാക്സിമം ഇത് സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് എല്ലാ കസ്റ്റമേഴ്സും ഇപ്പോൾ ഷോറൂമിലോ എവിടെ വർക്ക്ഷോപ്പിലോ പോകണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറയുന്നുണ്ടെങ്കിൽ അവരത് തീർച്ചയായും അത് കാണിച്ചു തരും. കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഒരു മാസത്തിൽ ഒരിക്കൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. എ സി ഫിൽറ്റർ പിള്ളേരൊക്കെ ഉള്ളതാണ്. അവർ ശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്ക് പനി, അങ്ങനത്തെ പല അസുഖങ്ങളും വരാൻ ചാൻസസ് ഉണ്ട്. ഇന്നത്രയേ ഉള്ളൂ.